നമസ്കാരം, എല്ലാവർക്കും PSC പ്രോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് കേരള ചരിത്രമാണ്. LTC സിലബസിനെ മുൻനിർത്തി തയ്യാറാക്കിയിട്ടുള്ളതാണ് കേരള ചരിത്രം. ഇതിൻ്റെ പാർട്ട് 1 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കേരള ചരിത്രത്തിലെ യൂറോപ്യന്മാരുടെ ആഗമനത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നോട്ട്സ് എഴുതി വെക്കാൻ നിങ്ങൾ മറക്കരുത്. പറയുന്ന കാര്യങ്ങൾ കേട്ടുപോയാൽ മാത്രം പോരാ, നിങ്ങളുടേതായ രീതിയിൽ നോട്ട്സ് പ്രിപ്പയർ ചെയ്താൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. സോ ആധുനിക ഇന്ത്യ ചരിത്രത്തിന് തുടക്കം കുറിച്ചത്, ആധുനിക ഇന്ത്യ ചരിത്രത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് യൂറോപ്യന്മാരുടെ ആഗമനത്തോടു കൂടിയാണ്. നമുക്കറിയാം, ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യന്മാരാണ്. ആരൊക്കെയാണ്? പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ. ഇവരൊക്കെയാണ് കേരളത്തിലെ ആധിപത്യം സ്ഥാപിച്ചെടുത്ത യൂറോപ്യന്മാർ. ഇനി ഇന്ത്യയിൽ കച്ചവടത്തിനായി എത്തിയ ആദ്യ വിദേശികൾ ആരെന്ന് ചോദിച്ചാൽ അത് അറബികളാണ്. മാറിപ്പോകരുത്. ഇന്ത്യയിൽ കച്ചവടത്തിനായിട്ട് എത്തിയിട്ടുള്ള ആദ്യ വിദേശികൾ അറബികളാണ്. കടൽമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ ആണ് പോർച്ചുഗീസുകാർ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ മാറിപ്പോകാണ്ട് പഠിക്കുക. ഇന്ത്യയിൽ കച്ചവടത്തിനെത്തിയ ആദ്യ വിദേശികളാണ് അറബികൾ. അതുപോലെ ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാരെന്ന് പറയുന്നത്. അടുത്തത് 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തു. അപ്പോൾ കേരളത്തിലോട്ട് യൂറോപ്യന്മാരുടെ ആഗമനത്തിന് വഴിതെളിച്ച ഒരു സംഭവമാണ് 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്ത സംഭവം. അപ്പോൾ ഈ ഒരു വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുക്കുന്നത്. അപ്പോൾ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന ഒരു പ്രദേശമാണ് ഈ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത്. അതിൻ്റെ മറ്റൊരു പേരാണ് എന്ത്? ഇസ്താംബുൾ. അപ്പോൾ ഇസ്താംബുൾ അഥവാ കോൺസ്റ്റാന്റിനോപ്പിൾ 1453 തുർക്കികൾ പിടിച്ചെടുക്കുന്നത്. അപ്പോൾ അതുവഴി യൂറോപ്പിലുള്ള ആൾക്കാർക്ക് ഏഷ്യയിലോട്ട് അല്ലെങ്കിൽ ഇന്ത്യയിലോട്ട് എത്താനുള്ള എളുപ്പമാർഗമായിരുന്നു ഈ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുവഴി യൂറോപ്യൻസിന് കേരളത്തിലോട്ട് അല്ലെങ്കിൽ ഇന്ത്യയിലോട്ട് വളരെ വേഗത്തിൽ എത്താമായിരുന്നു. ആ പ്രദേശം തുർക്കികൾ 1453 പിടിച്ചെടുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇതിനെ തുടർന്ന് യൂറോപ്യൻസിന് കേരളത്തിലോട്ട് അല്ലെങ്കിൽ ഏഷ്യയിലോട്ട് ഇന്ത്യയിലോട്ടൊക്കെ എത്താനായിട്ട് മറ്റൊരു മാർഗം കണ്ടെത്തേണ്ടതായിട്ട് വന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ട് പല യൂറോപ്യൻസും ഇന്ത്യ കണ്ടെത്താനായിട്ട് പുറപ്പെട്ടു. അങ്ങനെ നമുക്കറിയാമല്ലേ, കൊളംബസ് അമേരിക്ക കണ്ടെത്തിയ ആളാണ് കൊളംബസ്. ആക്ച്വലി അമേരിക്ക കണ്ടെത്താനല്ല, ഇന്ത്യയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് പുറപ്പെട്ട ആളാണ് കൊളംബസ്. അദ്ദേഹം അവസാനം വന്നെത്തിയത് എവിടെയാണ്? അമേരിക്കയിലാണ്. അപ്പോൾ അമേരിക്കയെ കണ്ടെത്തിയത് ആരാണ്? കൊളംബസ് ആണ്. അത് 1492 അപ്പോൾ കൊളംബസ് ഇന്ത്യ കണ്ടെത്താനായിട്ട് പുറപ്പെട്ടു. പക്ഷെ അദ്ദേഹം എത്തിച്ചേർന്നത് എവിടെയാണ്? അമേരിക്കയിലാണ്. അപ്പോൾ കൊളംബസിന് ശേഷം 1488 ബർത്തലോമിയ ഡയസ് എന്ന് പറയുന്ന അദ്ദേഹം ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി സഞ്ചരിക്കുകയാണ്. അപ്പോൾ യൂറോപ്യൻസിന് ഏഷ്യയിലോട്ട് എത്തണമെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യയിലോട്ടൊക്കെ എത്തണമെങ്കിൽ ആഫ്രിക്കയൊക്കെ ചുറ്റി വരണം. ആഫ്രിക്കയ്ക്ക് വേണം ചുറ്റി വരാൻ. അപ്പോൾ ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യത്തെ പോർച്ചുഗീസുകാരനാണ് ആര്? ബർത്തലോമിയ ഡയസ് എന്ന് പറയുന്നത്. അപ്പോൾ ബർത്തലോമിയ ഡയസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹമാണ് ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ്, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ആഫ്രിക്കയുടെ തെക്കേ ഭാഗത്തുള്ളൊരു പ്രദേശമാണ് ഈ ശുഭപ്രതീക്ഷ മുനമ്പ് അഥവാ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്നാണ് അത് അറിയപ്പെടുന്നത്. അങ്ങനെ പേര് നൽകിയത് ആ ടൈമിലുള്ള പോർച്ചുഗീസിലെ രാജാവായ ജോൺ 2 അപ്പോൾ ജോൺ 2 ശുഭപ്രതീക്ഷ മുനമ്പിന് നൽകിയ പേരാണ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്. അപ്പോൾ ബർത്തലോമിയ ഡയസ് ആണ് ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യത്തെ പോർച്ചുഗീസുകാരൻ. അതുവഴി യൂറോപ്യൻസിന് ഇന്ത്യയിലേക്ക് എത്താമെന്നുള്ളൊരു മാർഗം, അങ്ങനൊരു മാർഗമുണ്ട് എന്ന് കാണിച്ചു കൊടുത്ത ഒരാളാണ് ബർത്തലോമിയ ഡയസ് എന്ന് പറയുന്നത്. അദ്ദേഹം ഇന്ത്യയിൽ എത്തിയില്ല. ആ ഒരു ശുഭപ്രതീക്ഷ മുനമ്പ് അദ്ദേഹം കണ്ടെത്തി. അപ്പോൾ ഈ ശുഭപ്രതീക്ഷ മുനമ്പിനെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് പേര് നൽകിയത് ആരാണ്? ജോൺ 2 ആ ടൈമിലെ പോർച്ചുഗീസിലെ രാജാവാണ് ആര്? ജോൺ 2. ഈ ജോൺ 2 ശുഭപ്രതീക്ഷ മുനമ്പിന് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് പേര് നൽകുന്നത്. അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തത് കൊണ്ട് യൂറോപ്യൻസിന് മൊത്തത്തിൽ ഇന്ത്യയിലോട്ട് എത്താൻ അല്ലെങ്കിൽ ഏഷ്യയിലോട്ട് എത്താനായിട്ട് മറ്റൊരു മാർഗം കണ്ടെത്തേണ്ടതായിട്ട് വന്നു. അത് കണ്ടെത്താൻ വേണ്ടി പുറപ്പെട്ട ആൾക്കാരാണ് ഈ കൊളംബസും ബർത്തലോമിയ ഡയസൊക്കെ.
അപ്പോൾ കൊളംബസ് അവസാനം അമേരിക്കയിൽ ചെന്നെത്തിപ്പെട്ടു. ബർത്തലോമിയ ഡയസ് ഏഷ്യയിലേക്ക് എത്താനായിട്ട് ഒരു ശുഭപ്രതീക്ഷ മുനമ്പ്, അത് ആഫ്രിക്കയിലെ തെക്കേ അറ്റമാണ്, അത് ചുറ്റിയിട്ട് വേണം ഇന്ത്യയിലോട്ട് എത്താനായിട്ട്. അപ്പോൾ ആ ഒരു മുനമ്പൊക്കെ കണ്ടെത്തിയ ആളാണ് ബർത്തലോമിയ ഡയസ്. അത് 1488 ഇത്രയും ക്ലിയർ ആയില്ലേ? സോ ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഇന്ത്യയിലേക്ക് എത്തിയ യൂറോപ്യൻസിനെ കുറിച്ചാണ്. അപ്പോൾ ശുഭപ്രതീക്ഷ മുനമ്പ് 1488 ബർത്തലോമിയ ഡയസ് കണ്ടെത്തുന്നു. അതുവഴി ഇന്ത്യയിലേക്ക് എത്താനുള്ളൊരു വഴിയുണ്ടെന്ന് അറിയുന്നു. അങ്ങനെ പോർച്ചുഗീസ് രാജാവായ മാനുവൽ ഒന്നാമൻ, അപ്പോൾ ഈ ടൈമിൽ ഈ 1490 മാനുവൽ ഒന്നാമനാണ് അവിടുത്തെ പോർച്ചുഗീസ് രാജാവ്. അങ്ങനെ 1497 ജൂലൈ മാസത്തിൽ പോർച്ചുഗീസ് രാജാവായ മാനുവൽ ഒന്നാമൻ വാസ്കോ ഡഗാമയെയും ഒരു സംഘം ആൾക്കാരെയും ഇന്ത്യയിലേക്ക് അയക്കുകയാണ് വാണിജ്യബന്ധം സ്ഥാപിക്കാനായിട്ട്. 1497 വാസ്കോ ഡഗാമയും ഒരു സംഘവും പോർച്ചുഗലിൻ്റെ തലസ്ഥാനമായ ലിസ്ബണിൽ നിന്ന് പുറപ്പെടുകയാണ്. അങ്ങനെ അവർ 3 കപ്പലുകളിലായിട്ടാണ് ഇന്ത്യയിലേക്ക് യാത്ര പുറപ്പെടുന്നത്. ആ 3 കപ്പലുകളാണ് സെൻറ്റ് ഗബ്രിയേൽ, സെൻറ്റ് റാഫേൽ, സെൻറ്റ് ബെറിയോ. അപ്പോൾ ഈ 3 കപ്പലുകളിലായിട്ട് വാസ്കോ ഡഗാമയും സംഘവും 1497 ജൂലൈയിൽ പോർച്ചുഗൽ തലസ്ഥാനമായ ലിസ്ബണിൽ നിന്ന് ഇന്ത്യയിലേക്ക് പുറപ്പെടുന്നു. ഇവരുടെ പ്രാഥമിക ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇന്ത്യയുമായിട്ട് ഒരു വാണിജ്യ ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 3 കപ്പലുകളുടെ പേര് പറഞ്ഞു. ഇതിൽ വാസ്കോ ഡഗാമ സെൻറ്റ് ഗബ്രിയേൽ എന്ന് പറയുന്ന കപ്പലിലാണ് സഞ്ചരിച്ചിരുന്നത്. വാസ്കോ ഡഗാമ സഞ്ചരിച്ചിരുന്ന കപ്പലാണ് സെൻറ്റ് ഗബ്രിയേൽ. ഈ സെൻറ്റ് ഗബ്രിയേലിനെ അനുഗമിച്ചുകൊണ്ട് സെൻറ്റ് റാഫേലും സെൻറ്റ് ബെറിയോ എന്ന് പറയുന്ന വേറെ 2 കപ്പലുകളും കൂടി ഉണ്ടായിരുന്നു. ദെൻ ഇവർ 1497 ജൂലൈയിൽ പുറപ്പെട്ടിട്ട് 1498 കേരളത്തിൽ എത്തുന്നത്. അപ്പോൾ ഇവർ കേരളത്തിൽ എത്തുന്നത് എന്നാണ്? 1497 പുറപ്പെട്ട ഇവർ കുറേ മാസങ്ങളോളം എടുത്തിട്ടാണ് കേരളത്തിൽ എത്തുന്നത്. കേരളത്തിൽ വന്നത് എവിടെയാണ്? കോഴിക്കോട് കാപ്പാടാണ് വന്നത്. കോഴിക്കോട് കാപ്പാട് കടപ്പുറത്താണ് ഇവരെത്തിയത്. 1498 മെയ് 20 ഇവർ കേരളത്തിലെത്തുന്നത്. അപ്പോൾ വാസ്കോ ഡഗാമയാണ് ഇന്ത്യ സന്ദർശിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലെത്തുന്ന ആദ്യ യൂറോപ്യൻ, കടൽമാർഗം ഇന്ത്യയിലെത്തുന്ന ആദ്യത്തെ പോർച്ചുഗീസുകാരനാണ് വാസ്കോ ഡഗാമ. അത് എവിടെയാണ്? കോഴിക്കോട് കാപ്പാടാണ്. 1498 മെയ് 20 യാത്രാമധ്യേ ഇവർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഇവരുടെ കൂടെയുള്ളവർക്ക്, സംഘത്തിലുള്ളവർക്ക് പല പല അസുഖങ്ങൾ, സ്കർവി പോലുള്ള അസുഖങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെ പല ദ്വീപുകളിൽ വിശ്രമിച്ച് അങ്ങനെയാണ് ഇവർ 1498 മെയ്യിൽ കോഴിക്കോട് കാപ്പാട് എത്തുന്നത്. ഇനി കാപ്പാട് കടപ്പുറത്ത് പന്തലായനി ബീച്ചിലാണ് വാസ്കോ ഡഗാമയും സംഘവും വന്നു ചേരുന്നത്. ഇത് ചേമഞ്ചേരി എന്ന് പറയുന്ന പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചേമഞ്ചേരി പഞ്ചായത്തിലാണ് കാപ്പാട് സ്ഥിതി ചെയ്യുന്നത്. കാപ്പാട് കടപ്പുറത്ത് പന്തലായനി ബീച്ചിലാണ് വാസ്കോ ഡഗാമ എത്തിച്ചേരുന്നത്. അപ്പോൾ കോഴിക്കോട് ഭരിച്ചിരുന്ന രാജാവാണ് മാനവിക്രമൻ സാമൂതിരി. അപ്പോൾ കോഴിക്കോട് രാജവംശം അറിയപ്പെടുന്നത് നെടിയിരുപ്പ് സ്വരൂപം എന്നാണ്. നെടിയിരുപ്പ് സ്വരൂപം. അപ്പം നെടിയിരുപ്പ് സ്വരൂപം എന്ന് പറയുന്നത് കോഴിക്കോട് രാജവംശം അറിയപ്പെടുന്നതാണ്. അവിടുത്തെ രാജാക്കന്മാർ അറിയപ്പെടുന്നത് സാമൂതിരിമാരെന്നാണ്. അവിടുത്തെ രാജാക്കന്മാർ അറിയപ്പെടുന്നത്. കോഴിക്കോട് നമ്മുടെ വാസ്കോ ഡഗാമ വന്നിറങ്ങുന്ന സമയത്ത് കോഴിക്കോട് രാജാവ് ആരായിരുന്നു? മാനവിക്രമൻ സാമൂതിരി ആയിരുന്നു. ഇതൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ കോഴിക്കോട് വന്നിറങ്ങുന്ന വാസ്കോ ഡഗാമ എന്താണ് ചെയ്യുന്നത്? ഈ മാനവിക്രമൻ സാമൂതിരിയെ പോയി നേരിട്ട് കാണുന്നു. തങ്ങളുടെ വാണിജ്യബന്ധം സ്ഥാപിക്കാനുള്ള അല്ലെങ്കിൽ തങ്ങളുടെ വാണിജ്യപരമായ ആവശ്യങ്ങൾ സാമൂതിരിയുമായിട്ട് സംസാരിക്കുന്നു. പക്ഷെ സാമൂതിരിക്ക് അതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. കാരണം ഈ വാസ്കോ ഡഗാമ വരുന്ന സമയത്തൊക്കെ അതിനു മുന്നേ ഇവിടെ വാണിജ്യബന്ധം സ്ഥാപിച്ചുകൊണ്ട് അറബികൾ ഓൾറെഡി ഇവിടെയുണ്ട്, അല്ലേ? ഈ അറബികളുമായിട്ട് ഈ സാമൂതിരിക്ക് നല്ലൊരു വാണിജ്യബന്ധം നിലനിൽക്കുന്ന സമയത്താണ് വാസ്കോ ഡഗാമ വരുന്നത്. അതുകൊണ്ട് വാസ്കോ ഡഗാമയുമായിട്ടുള്ളൊരു വാണിജ്യ ബന്ധത്തിൽ സാമൂതിരി അധികം ഇൻട്രസ്റ്റ് കാണിച്ചില്ല.
അങ്ങനെ കോഴിക്കോടുമായി വാണിജ്യബന്ധം സ്ഥാപിക്കാൻ കഴിയാതെ വന്ന വാസ്കോ ഡ ഗാമ അവിടെ നിന്ന് കണ്ണൂർ ഭാഗത്തേക്ക് പോകുകയും കണ്ണൂർ ഭരിച്ചിരുന്ന രാജാക്കന്മാർ അറിയപ്പെടുന്നത് കോലത്തിരി എന്നാണ്. കോലത്തിരി രാജാവുമായിട്ട് വാണിജ്യബന്ധം സ്ഥാപിക്കുകയും അവിടെ തങ്ങളുടെ വാണിജ്യം നടത്തുകയും തിരിച്ച് 1498 നവംബറിന് തിരിച്ച് പോർച്ചുഗലിലോട്ട് പോകുകയുമാണ് ഉണ്ടായത്. അപ്പോൾ 1498 മെയ് 20 വാസ്കോ ഡ ഗാമ കോഴിക്കോട് എത്തുകയും കണ്ണൂരുമായിട്ടൊരു വാണിജ്യ ബന്ധം സ്ഥാപിക്കുകയും 1498 നവംബർ അതേ വർഷം തന്നെ തിരിച്ച് പോർച്ചുഗലിലോട്ട് പോകുകയുമാണ്. അപ്പോൾ വന്ന ചെലവിൻ്റെ ഏകദേശം 60% മൂല്യമുള്ള 60%-ലധികം മൂല്യമുള്ള സാധനങ്ങളുമായിട്ടാണ് വാസ്കോ ഡ ഗാമയും സംഘവും തിരിച്ച് ലിസ്ബണിലോട്ട് പോകുന്നത്. അപ്പോൾ വാസ്കോ ഡ ഗാമ 1498 മെയ് 20 കാപ്പാട് കടപ്പുറത്ത് എത്തുന്നു. 1498 നവംബറിൽ തന്നെ കണ്ണൂരുമായിട്ടൊക്കെ ഒരു വാണിജ്യബന്ധം സ്ഥാപിച്ച് വന്ന ചെലവിൻ്റെ 60% മൂല്യമുള്ള സാധനങ്ങളുമായിട്ട് വളരെ സന്തോഷത്തോടെ തിരിച്ച് പോർച്ചുഗലിലോട്ട് പോകുകയാണ് ഉണ്ടായത്. തിരിച്ചു പോകുന്ന വഴിയിൽ വാസ്കോ ഡ ഗാമയുടെ സംഘത്തിലുണ്ടായിരുന്ന കുറേ പേർക്ക് സ്കർവിയും മറ്റു അസുഖങ്ങളും ബാധിച്ച് അതിൽ കുറേ പേര് മരണപ്പെടുകയുണ്ടായി. അതുപോലെ സെൻറ്റ് റാഫേൽ എന്ന് പറയുന്ന ഈ കപ്പൽ നശിപ്പിച്ച് കളയും, അതായത് കത്തിച്ച് കളയുകയും ചെയ്യേണ്ട അവസ്ഥ വന്നു പോകുന്ന വഴിയിൽ. കാരണം അതിലുള്ള കുറേ പേർക്ക് സ്കർവിയും മറ്റു മാറാരോഗങ്ങളൊക്കെ വന്നതുകൊണ്ട് ആ ഒരു കപ്പൽ അവർ കത്തിച്ച് കളയുകയാണ് ഉണ്ടായത്. ബാക്കിയുള്ള സെൻറ്റ് ഗബ്രിയലും സെൻറ്റ് ബെറിയോവുമായിട്ടാണ് വാസ്കോ ഡ ഗാമയും സംഘവും തിരിച്ച് പോർച്ചുഗലിലോട്ട് പോയത്. അപ്പോൾ തിരിച്ചു പോകുന്ന വഴിയിൽ സെൻറ്റ് റാഫേൽ എന്ന് പറയുന്ന കപ്പൽ ഇവർക്ക് നശിപ്പിച്ച് കളയേണ്ടതായിട്ട് വരുന്നു. അതുപോലെ സെൻറ്റ് ബെറിയോ പോർച്ചുഗലിൽ ആദ്യം എത്തുന്നു, അവസാനമാണ് സെൻറ്റ് ഗബ്രിയൽ എത്തുന്നത്. അപ്പോൾ ഇത്രയുമാണ് വാസ്കോ ഡ ഗാമയുടെ ഒന്നാം വരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അടുത്തത് 1500 രണ്ടാമത് അൽവാരിസ് കബ്രാൾ ആൻഡ് ഐറിസ് കൊറിയ അടങ്ങുന്ന ഒരു സംഘമാണ് കേരളത്തിലോട്ട് എത്തുന്നത്. അപ്പോൾ 1498 വാസ്കോ ഡ ഗാമ വളരെ വിജയകരമായി ഇന്ത്യയിൽ വന്ന വാണിജ്യബന്ധം സ്ഥാപിച്ച് തിരിച്ചുപോയി. അപ്പോൾ അതിനുശേഷം 1500 അൽവാരിസ് കബ്രാൾ ആൻഡ് ഐറിസ് കൊറിയ അടങ്ങുന്ന ഒരു സംഘത്തിനെ മാനുവൽ രാജാവ് വീണ്ടും ഇന്ത്യയിലേക്ക് അയക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ സമയം വന്നപ്പോൾ ഐറിസ് കൊറിയയ്ക്ക് നമ്മുടെ കോഴിക്കോട് സാമൂതിരിയുമായിട്ട് ഒരു വാണിജ്യബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞു. ഐറിസ് കൊറിയ കോഴിക്കോടുമായിട്ട് ഒരു വാണിജ്യബന്ധം സ്ഥാപിക്കുന്നു. പക്ഷേ അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന അറബികളുമായിട്ട് ചില സംഘർഷങ്ങൾ ഉണ്ടാകുന്നു, ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. സോ അവരവിടെ നിന്ന് കൊച്ചിയിലെത്തി. അതുപോലെ കൊച്ചിയുമായിട്ട് നല്ല വാണിജ്യബന്ധം ഉണ്ടാകുന്നു. അപ്പോൾ കൊച്ചിയിൽ ആദ്യമായിട്ട് പണ്ടകശാല സ്ഥാപിക്കുന്നു. ഇവരുടെ വാണിജ്യ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു പണ്ടകശാല കൊച്ചിയിൽ സ്ഥാപിക്കുന്നത് അൽവാരിസ് കബ്രാലിൻ്റെ വരവോട് കൂടിയാണ്. അങ്ങനെ ഈ രണ്ടാമത് വന്ന ഈ സംഘവും കൊച്ചി, കണ്ണൂർ, അതുപോലെ കൊല്ലം എന്നിവിടങ്ങളുമായി നല്ല രീതിയിൽ വാണിജ്യം നടത്തി രണ്ടാമതും വളരെ വിജയിച്ച് തിരിച്ച് പോർച്ചുഗലിലോട്ട് പോകുകയാണ് ഈ രണ്ടാമത്തെ സംഘവും ചെയ്തത്. സോ അങ്ങനെ ഇരിക്കെ 1502 വാസ്കോ ഡ ഗാമയും സംഘവും രണ്ടാമത് കേരളത്തിലെത്തുന്നുണ്ട്. ഗാമ രണ്ടാമത്തെ വരവിൽ ആദ്യം എത്തുന്നത് ഗോവയിലാണ്. ഗോവയ്ക്ക് അടുത്തുള്ള 5 ദ്വീപിലാണ് എത്തുന്നത്. അവിടെ നിന്ന് നേരെ കേരളത്തിൽ കണ്ണൂരാണ് വാസ്കോ ഡ ഗാമ എത്തുന്നത്. അപ്പോൾ രണ്ടാമത്തെ വരവിൽ കണ്ണൂർ വരുന്നു. കണ്ണൂരുമായിട്ട് ആദ്യത്തെ വരവിൽ തന്നെ ഒരു വാണിജ്യബന്ധം സ്ഥാപിച്ചത് കൊണ്ട് രണ്ടാമതും കണ്ണൂരിൽ വരുന്നു. കണ്ണൂർ വന്ന് കച്ചവടമൊക്കെ നടത്തി. ദെൻ എവിടെ വരുന്നു? കോഴിക്കോട് വരുന്നു. കോഴിക്കോട് സാമുദ്രികമായിട്ട് ഗാമയ്ക്ക് ഒരു വാണിജ്യബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ കോഴിക്കോട് സാമൂതിരിയെ ആക്രമിക്കുകയാണ് വാസ്കോ ഡ ഗാമ ചെയ്തത്. അതുപോലെ സാമൂതിരി വാസ്കോ ഡ ഗാമയെ തിരിച്ചടിക്കുന്നു. അവിടെ നിന്ന് വാസ്കോ ഡ ഗാമ നേരെ പോകുന്നത് കൊച്ചിയിലേക്കാണ്. കൊച്ചി രാജാവ് വാസ്കോ ഡ ഗാമയ്ക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ കൊച്ചി, കണ്ണൂർ, കൊല്ലം എന്നിവിടങ്ങളിൽ നിന്നും ചരക്കൊക്കെ എടുത്തിട്ട് വാസ്കോ ഡ ഗാമയും രണ്ടാമത്തെ വട്ടവും വളരെ വിജയകരമായി തന്നെ തിരിച്ച് ലിസ്ബണിലോട്ട് പോകുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? കൊച്ചി രാജാവും നമ്മുടെ കേരളത്തിലുള്ള പല രാജവംശങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതയിലാണ്. അങ്ങനെ സാമൂതിരിയെ ആക്രമിച്ച വാസ്കോ ഡ ഗാമയെ സംരക്ഷിച്ചത് ആരാണ്? കൊച്ചി രാജാവാണ്. സോ കൊച്ചി രാജാവും സാമൂതിരിയുമായിട്ട് സംഘർഷം ഉണ്ടാകുകയാണ് അല്ലെ. കോഴിക്കോടും കൊച്ചി രാജഭരണവും തമ്മിൽ സംഘർഷം ഉണ്ടാകുന്നു. അങ്ങനെ എന്ത് സംഭവിക്കുന്നു? കൊച്ചിയുടെ കുറേ ഭാഗങ്ങൾ, കുറേ പ്രദേശങ്ങൾ സാമൂതിരി പിടിച്ചെടുക്കുന്നു. ഇതാണ് വാസ്കോ ഡ ഗാമയുടെ രണ്ടാം വരവിൽ സംഭവിച്ചിട്ടുള്ളത്. കൊച്ചി രാജാവും സാമൂതിരിയുമായിട്ട് സംഘർഷം നടക്കുന്നു. കൊച്ചിയുടെ കുറച്ച് പ്രദേശങ്ങൾ സാമൂതിരി പിടിച്ചു വെക്കുന്നു. ഇനി ഈ സമയത്താണ് 1503 അൽബുക്കർക്കും അദ്ദേഹത്തിൻ്റെ സംഘവും കേരളത്തിലെത്തുന്നത്. അങ്ങനെ അൽബുക്കർക്കും കൊച്ചിയിൽ വരുന്നു. അപ്പോൾ അൽബുക്കർക്ക് കോഴിക്കോടിലെ സാമൂതിരിയുമായി യുദ്ധം ചെയ്ത് കൊച്ചിയുടെ പ്രദേശങ്ങൾ, സാമൂതിരി പിടിച്ചു വച്ചിരുന്ന കൊച്ചിയുടെ പ്രദേശങ്ങൾ തിരിച്ച് കൊച്ചി രാജാവിന് നൽകുകയാണ് ഉണ്ടായിട്ടുള്ളത്.
അപ്പോൾ ആ സന്തോഷത്തിൽ കൊച്ചി രാജാവ് പണിതു കൊടുക്കുന്ന കോട്ടയാണ് പള്ളിപ്പുറം കോട്ട എന്ന് പറയുന്നത്. അപ്പോൾ പള്ളിപ്പുറം കോട്ടയാണ് ഇന്ത്യയിൽ യൂറോപ്യന്മാർ ആദ്യം പണിത കോട്ട എന്നറിയപ്പെടുന്നത് പള്ളിപ്പുറം കോട്ടയാണ്. പള്ളിപ്പുറം കോട്ടയുടെ മറ്റൊരു പേരാണ് മാനുവൽ കോട്ട. അപ്പോൾ പോർച്ചുഗീസുകാരിട്ട പേരാണ് മാനുവൽ കോട്ട, കാരണം അവരുടെ രാജാവാണ് ആര്? മാനുവൽ ഒന്നാമൻ. അപ്പോൾ മാനുവൽ കോട്ട എന്നറിയപ്പെടുന്നുണ്ട്. അതുപോലെ പള്ളിപ്പുറം കോട്ട, കൊച്ചി കോട്ട, ആയിക്കോട്ട എന്നീ പേരുകളിലൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിൽ യൂറോപ്യന്മാർ പണിത ആദ്യ കോട്ടയാണ് പള്ളിപ്പുറം കോട്ട എന്ന് പറയുന്നത്. അതാരാണ്? അൽബുക്കർക്കിൻ്റെ കാലത്താണ് പള്ളിപ്പുറം കോട്ട പണിയുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിൽ യൂറോപ്യന്മാർ പണിത ആദ്യ കോട്ടയാണ് പള്ളിപ്പുറം കോട്ട, അല്ലെങ്കിൽ മാനുവൽ കോട്ട, കൊച്ചി കോട്ട, വൈപ്പിൻ കോട്ട എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഈ കോട്ട. അങ്ങനെ അൽബുക്കർക്ക് കേരളത്തിൽ തന്നെ നിലനിന്ന് പോകുന്ന സമയത്താണ് 1505 ഫ്രാൻസിസ്കോ ഡി അൽമേഡ കേരളത്തിലെത്തുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയിയാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. അപ്പോൾ ഇന്ത്യയിലേക്ക് മാനുവൽ രാജാവ് അയച്ച ആദ്യ പോർച്ചുഗീസ് വൈസ്രോയിയാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക, ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് ഇന്ത്യയിൽ സന്ദർശിച്ച അല്ലെങ്കിൽ ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ടൈമിൽ പണിത ഒരു കോട്ടയാണ് സെൻറ്റ് ആഞ്ചലോസ് കോട്ട അല്ലെങ്കിൽ കണ്ണൂർ കോട്ട എന്ന് പറയുന്നത്. ഫ്രാൻസിസ്കോ ഡി അൽമേഡയുടെ കാലത്ത് പണിത കോട്ടയാണ്. ഇനി ഇദ്ദേഹത്തിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോളിസിയാണ് ബ്ലൂ വാട്ടർ പോളിസി എന്ന് പറയുന്നത്. ബ്ലൂ വാട്ടർ പോളിസി അഥവാ നീല ജലനയ പോളിസി. അപ്പോൾ ഇത്ര നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? യൂറോപ്യൻസ് ആയ പോർച്ചുഗൽ മാത്രമാണ് നമ്മുടെ കേരളത്തിലോട്ട് വാണിജ്യം നടത്താൻ ഇതുവരെ എത്തിക്കൊണ്ടിരുന്നത്, അല്ലേ? അപ്പോൾ ഇവർ ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെയാണ് വരുന്നത്, അല്ലേ? അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇവർക്കൊരു ആധിപത്യം ഇത്ര നാളുകൊണ്ട് സ്ഥാപിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ മറ്റുള്ളവരുടെ വരവിനെ ചെറുത്ത് നിൽക്കാനായിട്ട് ബ്ലൂ വാട്ടർ പോളിസി ഏർപ്പെടുത്തി. അതുപോലെ കാർട്ടസ് സംവിധാനം. കാർട്ടസ് എന്ന് പറയുന്നത് ഒരു പാസ്സാണ്. അതായത് ഇവരുടെ കച്ചവടത്തിന് ദോഷമല്ലാത്ത മറ്റു രാജ്യക്കാരുടെ കപ്പലുകൾ വരികയാണെങ്കിൽ ഇവർ കാർട്ടസ് എന്ന് പറയുന്ന ഒരു പാസ് കൊടുത്ത് വിടുകയും അല്ലാത്ത പക്ഷം അവരെ തിരിച്ചയക്കുകയുമാണ് ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെ ഒരു പോളിസി നടപ്പിലാക്കിയത് അൽമേഡയുടെ കാലത്താണ്. ഈ ഒരു പോളിസി അറിയപ്പെടുന്നതാണ് ബ്ലൂ വാട്ടർ പോളിസി, നീല ജലനയ പോളിസി. അതുവഴി കാർട്ടസ് സംവിധാനം ഏർപ്പെടുത്തുന്നു. മറ്റു രാജ്യങ്ങളുടെ കപ്പലുകൾ വന്നാൽ അതിലെന്താണെന്നും അതെങ്ങോട്ട് പോകുന്നു എന്നും ഇവർ അന്വേഷിക്കുന്നു. ഇവരുടെ കച്ചവടത്തിന് ദോഷകരമല്ലെങ്കിൽ മാത്രം അവയെ കടത്തിവിടുകയും ചെയ്യുന്നു. അതാണ് കാർട്ടസ് സംവിധാനം അല്ലെങ്കിൽ ബ്ലൂ വാട്ടർ പോളിസി എന്ന് പറയുന്നത്. അങ്ങനെ 1505 വന്ന അൽമേഡ തിരിച്ച് 1509 പോർച്ചുഗലിലോട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇവിടെ ആരുണ്ട്? അൽബുക്കർക്ക് ഓൾറെഡി ഇവിടെ ഉണ്ട്, അല്ലേ? അങ്ങനെ അൽബുക്കർക്കിനെ മാനുവൽ രാജാവ് പുതിയ വൈസ്രോയി ആയിട്ട് നിയമിച്ചു. അപ്പോൾ 1509 അൽമേഡ തിരിച്ചു പോകുന്നു. സെക്കൻഡ് വൈസ്രോയി ആയിട്ട് ആര് മാറുന്നു? അൽബുക്കർക്ക്. ഓൾറെഡി കേരളത്തിൽ ആ ടൈമിലുണ്ട്. അൽബുക്കർക്കിന് ആ ഒരു പദവി നൽകുന്നു. ഇനി നമുക്ക് അൽബുക്കർക്കിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കേണ്ടതുണ്ട്. അൽബുക്കർക്ക് 1510 ഗോവ പിടിച്ചെടുക്കുന്നു. 1510 ബീജാപ്പൂർ സുൽത്താനിൽ നിന്ന് ഗോവ പിടിച്ചെടുക്കുന്നത് അൽബുക്കർക്കാണ്. അങ്ങനെ പോർച്ചുഗലിൻ്റെ തലസ്ഥാനം ഇത്രയും നാൾ കൊച്ചിയിലായിരുന്നു. ആ കൊച്ചിയിൽ നിന്ന് പോർച്ചുഗൽ തലസ്ഥാനം ഗോവയിലേക്ക് മാറ്റുന്നത് അൽബുക്കർക്കാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പോർച്ചുഗൽ തലസ്ഥാനം കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റുന്നത് അൽബുക്കർക്കാണ്. ഇന്ത്യയിലെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനാണ് അൽബുക്കർക്ക്. അപ്പോൾ ഇത്രയും നാൾ യൂറോപ്യൻസിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് കേരളവുമായി വാണിജ്യബന്ധം സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു. എങ്കിലും പതിയെ പതിയെ അവർ മനസ്സിലാക്കുകയാണ് കേരളത്തിലെ പല രാജവംശങ്ങളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതയിലാണെന്നും അതിവർ മുതലെടുക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ഇവിടെ ഒരു സാമ്രാജ്യത്വം സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് അൽബുക്കർക്ക്. അപ്പോൾ വാണിജ്യബന്ധം എന്ന് പറയുന്ന പ്രാഥമിക ലക്ഷ്യം മാറ്റിവെച്ചിട്ട് ഇവർ ഇന്ത്യയുടെ ഭരണകാര്യങ്ങളിൽ കൈകടത്താൻ തുടങ്ങി. അങ്ങനെ അൽബുക്കർക്ക് കൊണ്ടുവന്ന ഒരു സംവിധാനമാണ് മിക്സഡ് കോളനി സിസ്റ്റം. മിശ്ര കോളനി സംവിധാനം അല്ലെങ്കിൽ മിശ്ര കോളനി വ്യവസ്ഥ കൊണ്ടുവന്നത് അൽബുക്കർക്കാണ്. എന്താണ് ഈ മിശ്ര കോളനി വ്യവസ്ഥ എന്ന് പറയുന്നത്? അൽബുക്കർക്കിൻ്റെ സംഘത്തിലുണ്ടായിരുന്ന പോർച്ചുഗീസ് പട്ടാളക്കാർ, അല്ലേ? പോർച്ചുഗീസ് പട്ടാളക്കാരെ കൊണ്ട് നമ്മുടെ ഇന്ത്യയിലെ സ്ത്രീകളെ വിവാഹം കഴിപ്പിക്കുകയും അതുവഴി ഒരു കോളനി തന്നെ രൂപീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്, അല്ലേ? പോർച്ചുഗീസ് പട്ടാളക്കാർ ഇന്ത്യൻ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നു, അല്ലേ? അങ്ങനെ ഇവർക്കൊരു പ്രദേശം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു ചെറിയ കോളനി ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നു. അതുവഴി ഇവരുടെ ഭരണകാര്യങ്ങൾ, നമ്മുടെ കേരളത്തിൻ്റെ ഭരണകാര്യങ്ങളിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണകാര്യങ്ങളിൽ കൈകടത്താൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് അൽബുക്കർക്കാണ്. മിക്സഡ് കോളനി സിസ്റ്റം കൊണ്ടുവന്നത്
അൽബുക്കർക്കാണ്. ഇനി 1524 വാസ്കോ ഡ ഗാമ മൂന്നാമത് കേരളത്തിൽ എത്തുന്നത്. അങ്ങനെ 1524 വാസ്കോ ഡ ഗാമ അവസാനമായിട്ട് കേരളത്തിലെത്തുന്നത്. ആ സമയത്ത് പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ടാണ് വാസ്കോ ഡ ഗാമ കേരളത്തിൽ എത്തുന്നത്. അപ്പോൾ 1524 ഡിസംബർ 24 വാസ്കോ ഡ ഗാമ മലമ്പനി ബാധിച്ച് കൊച്ചിയിൽ തന്നെ വെച്ചിട്ട് മരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഇദ്ദേഹത്തെ കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചിലാണ് അടക്കം ചെയ്തത്. അപ്പോൾ വാസ്കോ ഡ ഗാമ കൊച്ചിയിൽ വെച്ച് അന്തരിക്കുന്നു. അദ്ദേഹത്തെ അടക്കം ചെയ്ത പള്ളിയാണ് സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച്. ഇനി ഈ പള്ളിക്കുമുണ്ടൊരു പ്രത്യേകത. എന്താണ്? പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പണിത ആദ്യ പള്ളിയാണ് സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് എന്ന് പറയുന്നത്. ഈ പള്ളി നിർമ്മിച്ച ശൈലി എന്ന് പറയുന്നത് ഗോതിക് ശൈലിയിലാണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് വാസ്കോ ഡ ഗാമയെ ആദ്യം അടക്കം ചെയ്തത്. അതിനുശേഷം 1539 ലിസ്ബണിലോട്ട്, അതായത് പോർച്ചുഗലിൻ്റെ തലസ്ഥാനമായ ലിസ്ബണിലുള്ള ജെറോമിനസ് കത്തീഡ്രലിലോട്ട് ഇദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പിന്നീട് മാറ്റുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ വാസ്കോ ഡ ഗാമ ആകെ കേരളത്തിൽ 3 തവണ വന്നിട്ടുണ്ട്. ഏതൊക്കെ വർഷങ്ങളിലാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതെല്ലാം പഠിച്ചു വയ്ക്കുക. 1498 ആദ്യം വരുന്നത്. അതിനുശേഷം 1502 വരുന്നുണ്ട്. പിന്നെ അവസാനമായിട്ട് വരുന്നത് 1524 കുറേ വർഷങ്ങൾക്ക് ശേഷം വരുന്നുണ്ട്. ഈ അവസാനം വന്ന 1524 തന്നെയാണ് അദ്ദേഹം അന്തരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 3 വർഷം നിങ്ങൾ പഠിച്ചു വെക്കണം. അവസാനം വന്നപ്പോൾ അദ്ദേഹം പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ടാണ് വന്നത്. പക്ഷേ കൊച്ചിയിൽ വെച്ച് അദ്ദേഹം അന്തരിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ കേരളത്തിൽ ആദ്യം വന്ന യൂറോപ്യൻ എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരനായ ഈ വാസ്കോ ഡ ഗാമ ആയതിനാൽ ഇദ്ദേഹം അറിയപ്പെടുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അധിപൻ അല്ലെങ്കിൽ സേനാധിപൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിന് ഈ ബഹുമതി അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അധിപൻ എന്ന് വാസ്കോ ഡ ഗാമയെ വിശേഷിപ്പിച്ചത് ആരാണ്? പോർച്ചുഗീസ് രാജാവായ മാനുവൽ ഒന്നാമനാണ്. സോ നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് കേരള ചരിത്രമാണ്. അതിൻ്റെ പാർട്ട് 1 ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഭാഗമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.